ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് വ്യാഴാഴ്ച, ഇന്ന് വലിയ കുഴപ്പമില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഞങ്ങൾക്ക് ഇന്ന് ചെക്കപ്പിൻ്റെ ദിവസമായിരുന്നു. അപ്പം ഞാനും ഡാഡിയും രാവിലെ എണീറ്റു. രാവിലെ എന്ന് പറഞ്ഞാലും 7 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. എണീറ്റു നോക്കിയപ്പോൾ മഴയുണ്ട്, എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ വേഗം ഡ്രസ്സ് മാറി പോവാനായിട്ട് വിചാരിച്ചപ്പോൾ ഇന്നലെ പോയിട്ട് ഡാഡി കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞ് ചോദിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ പോന്നോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മുടെ ചാക്കോച്ചൻ ഓൾറെഡി തക്കിടുന്ന രാവിലെ വരണ എന്താണാവോ. അപ്പോൾ ചാക്കോച്ചൻ രാവിലെ നേരത്തോടെ എണീറ്റുണ്ട്. അപ്പോൾ അപ്പയും മോനും താഴെയുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ഡ്രസ്സ് മാറാൻ പോയിട്ടോ. അപ്പോൾ ഇന്നലത്തെ അതേ അലങ്കോലപ്പെട്ട് കിടക്കണതൊക്കെ അവിടെ കിടക്കുകയാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാനും പറ്റിയില്ല. ഞാൻ പറയാറില്ലേ, ചില ദിവസം അങ്ങനെ വീണ് കിട്ടും. ആ കിട്ടുന്ന ദിവസം നമ്മൾ പറ്റുന്നത് ചെയ്യുന്നതാണ്. അങ്ങനെ കിട്ടിയൊരു ദിവസമാണ് ഇന്നലെ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര തൃപ്തിയായിരുന്നു. ഇന്നലത്തെ ഒരു ദിവസം കിടന്നുറങ്ങുമ്പോൾ എന്തൊക്കെയോ നമ്മൾ ചെയ്യാൻ പറ്റിയെന്നൊരു തോന്നലായിരുന്നു. അങ്ങനെ രാവിലെ ഇതുപോലെയാണ് കേട്ടോ. വെള്ളം എടുത്ത് നമ്മൾ ആ വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കളയുക. കുഞ്ഞൊരു പാത്രം വെള്ളമല്ലേ, ഒഴിച്ച് കളഞ്ഞ് നമ്മളിതേ മാതാവിൻ്റെ അവിടെ നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഞാനാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഒന്നും കഴിക്കാനും പാടില്ലല്ലോ, ഫാസ്റ്റിങ്ങിലാണ് ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മാതാവിനോട് എന്താ പറയുക, ഇന്നത്തെ ഒരു ദിവസം അടുക്കള അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ ഞാൻ മാറി ഇറങ്ങുമ്പോഴാണ് ചാക്കോച്ചൻ അവിടെ ഉണ്ട്. അപ്പോൾ എന്നാൽ ഒന്നിച്ച് പോകാമെന്നുള്ള രീതിയിൽ ഡോണാണ് വണ്ടി എടുത്തത്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് പോയി. വേറെ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ തൊട്ടടുത്ത നമ്മുടെ മിൻസ് പാർലറിലേക്ക് ഞാൻ പോകാറുണ്ടല്ലോ, അതിൻ്റെ തൊട്ടപ്പുറത്താണ് അന്ന. ഒക്കെ നമ്മൾക്ക് എന്താ പറയുക, കയ്യെത്തും ദൂരത്താണ് എല്ലാ സ്ഥാപനങ്ങളും കേട്ടോ. പണ്ടെങ്ങനെയാണെന്ന് വെച്ചാൽ നടത്തറായിരുന്നു, കാരണം പൂച്ചട്ടിയിലൊന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ പൂച്ചട്ടി എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു സെൻറ്ററായി എല്ലാതും അതിനകത്ത് അവിടെ ആ പരിസരത്തുണ്ട്. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ അവിടെ നിന്ന് നടക്കാവുന്ന ദൂരമാണ് ഇവിടേക്ക് എല്ലാം അവിടത്തേക്ക് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ഡിമ്പിളുടെ പ്രഗ്നൻസിയുടെ തൊട്ട് മുമ്പ് തൊട്ട് അന്ന എപ്പോഴാണോ സ്ഥാപിച്ചത് അന്ന് തൊട്ട് നമ്മളിവിടുത്തെ എന്താ പറയുക എന്നും ഇവിടേക്കാണ് വരിക. അപ്പോൾ കോവിഡിൻ്റെ സമയത്തും പിന്നെ ഡിമ്പിളിൻ്റെ ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഇവർ വീട്ടിലേക്ക് വന്നിട്ടാണ് കേട്ടോ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരായിട്ട് നമ്മളിപ്പോൾ നല്ല പരിചയമായി. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞ് ഞങ്ങളത് വീട്ടിലേക്ക് പോകണം. അപ്പോൾ പാപ്പൻ്റെ കൂടെ ഇരുന്നു ചാക്കോച്ചൻ കേട്ടോ. അങ്ങനെ കയറുമ്പോഴേക്കും ശരിക്കും ചെറിയതായിട്ട് മഴ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കയറി വന്നപ്പോഴേക്കും ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ജസ്റ്റ് കാപ്പി വെച്ചു, ഉപ്പുമാവ് ഉണ്ടാക്കിയത് അതും പഴം കൂടിയിട്ടാണ്. അപ്പോൾ ഞാൻ പഴം കഴിക്കാൻ നിന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഷുഗർ ടെസ്റ്റിനും കാര്യങ്ങൾക്കൊക്കെ പോകണം. അപ്പോൾ ഈ പഴം കൂടി ആയിക്കഴിഞ്ഞാൽ അത് വല്ലാണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ സ്വതവേ ഞാൻ അങ്ങനെ പഴം കഴിക്കാറില്ല ഉപ്പുമാവിൻ്റെ കൂടെ ഒന്നും കേട്ടോ, ഒറ്റയ്ക്ക് കഴിക്കുന്നല്ലാണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കയറുമ്പോഴാണ് നോക്കിയപ്പോൾ ഈ നെൽക്കതിരുമ്പെന്ന് നിറച്ച് നെല്ല് കുത്തിയിട്ടൊക്കെ കിളികളുടെ പണിയാണ്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ കെട്ടി വയ്ക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു സാരമില്ല, കുറച്ച് നെല്ല് അവർക്ക് തിന്നാനല്ലേ, പോട്ടെ, താഴെ വീണത് അതിലടിച്ച് കളയാൻ, അങ്ങനെ കുറേ വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ 8:20 ഞങ്ങൾ വന്ന് അതോട് കൂടിയിട്ട് ഉപ്പുമാവും പഴവും കഴിച്ച് കാപ്പിയും കുടിച്ച് പിന്നെ 1.5 മണിക്കൂറാണ് ശരിക്ക് കഴിയേണ്ടത്. അപ്പോൾ ഞാനിത് കഴിഞ്ഞോട് കൂടിയിട്ട് ഞാൻ ഗുളിക എടുത്ത് കഴിച്ചു. പക്ഷേ ഡാഡി ഗുളിക കഴിക്കാൻ മറന്നു. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഡാഡി കഴിച്ചത്. അങ്ങനെ അപ്പോൾ രാവിലത്തെ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇതേ പാച്ചുട്ടനെ എണീറ്റു, ചാക്കോച്ചനെ എടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ അവന് കൊഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡോണിങ്ങനെ കിടന്നിട്ട് മേത്ത് വെക്കും. അപ്പോൾ അതുപോലെ വെച്ച് കൊടുക്കാൻ പറയാണ്. അപ്പോൾ ചാക്കോച്ചൻ്റെ മേത്ത് ഉമ്മൂൻ്റെ നമ്മുടെ പാച്ചുവിൻ്റെ മേത്ത് ചാക്കോച്ചനെ വെച്ച് അവനെ കളിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിപ്പോൾ കമൻസ് ടേൺഡ് ഓഫ് ആവുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഓർക്കാപ്പുറത്ത് ഇത് വെക്കുകയും ചെയ്തു. അപ്പോൾ പുറത്തതേ നല്ല മഴ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ റെസ്റ്റ് ചെയ്യാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടല്ലേ പോണ്ടു. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും 10:15 ആയി. 10:15 ഒരു 8:45 തൊട്ട് 10:15 വരെ 1.5 മണിക്കൂറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ വീണ്ടും പോണു. അപ്പോൾ പോണോട് കൂടിയിട്ട് തോമുന്നെ നമ്മളിതേ അവിടെ ബബിൾസിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 10:15 എന്നുള്ളത് 10:30 കൂടിയിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ ബബിൾസിൽ കയറി. അപ്പോൾ മൂപ്പര് ഭയങ്കര ഉഷാറാണ്. അപ്പോൾ അവനെങ്ങനെയാണെന്ന് വെച്ചാൽ പുതിയ സ്കൂളിലേക്ക് പോകേണ്ട കാര്യം പറയുമ്പോൾ വലിയ ഇഷ്ടമൊന്നുമില്ല. എന്നാലും എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം പോയി കഴിയുമ്പോൾ ഇഷ്ടമാവും. ഇപ്പോൾ അവന് ബബിൾസാണ് ഏറ്റവും ഇഷ്ടം. അവൻ്റെ പാർക്കാണ് ബബിൾസ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, എരവിമംഗലത്താണ്, ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മക്കളുണ്ടെങ്കിൽ വളരെ സുരക്ഷിതമായിട്ടാണ് കേട്ടോ അവർ നമ്മുടെ കുട്ടികളെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തോമുന് നേരം വെളുത്താൽ ഓടി പോകണം ബബിൾസിലേക്ക് എന്നുള്ള ഒരൊറ്റ ചിന്തയുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സേഫാണ് അവിടെ. അപ്പോൾ ചാക്കോച്ചനും അതെ കുറച്ച് കഴിയുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അവനെ അവിടെ ആക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല, കുറേ കഴിഞ്ഞിട്ട് കേട്ടോ, ഇന്നും നാളെത്തെ കാര്യമല്ല കേട്ടോ പറയണത്. അപ്പോൾ അങ്ങനെ അതായത് നല്ല സേഫാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ തോമൂട്ടനെ മഴയത്ത് നല്ല മഴയുണ്ട്, എന്നാലും അവൻ കുഴപ്പമില്ല, അവൻ കുടയുടെ ഉള്ളിൽ നിന്നോളാം എന്നുള്ള രീതിയിൽ ഇറങ്ങി. പക്ഷെ ഇറങ്ങുമ്പോഴേക്കും നമ്മൾ കാറിലിരിക്കുമ്പോൾ തോന്നിയ മഴയുള്ളൂ, പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അങ്ങനെ വലിയ മഴയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തോമു നടന്ന് അങ്ങനെ പാപ്പൻ്റെ കൂടെ അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ സാധാരണ അവർ വരുമ്പോഴേക്കും പുറത്ത് വന്ന് നിൽക്കാറുണ്ട്. ഇതിപ്പോൾ ഇന്ന് ലേറ്റായിപ്പോൾ ഇനി അവർക്ക് മോനില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കണം. മറ്റേത് 9-9-ൻ്റെയും 10-ൻ്റെ ഇടയിൽ എന്ത് തന്നെയായാലും അവൻ പോകാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ 2 ട്രിപ്പ് പോകണ്ടല്ലോ, ഒറ്റ ട്രിപ്പ് പോയിട്ട് വരാമല്ലോ എന്നുള്ള ധാരണയുമാണ് അവനെയും കൊണ്ടാക്കാൻ കുറച്ച് ലേറ്റായത് കേട്ടോ. അപ്പോൾ ഈ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ കുട്ടികൾ ഭയങ്കര സേഫാണ്. വർഷക്കാലമായാലും വേനൽക്കാലമായാലും അതിൻ്റേതായ രീതിയിലാണ് അവരവിടെ കുഞ്ഞു കുട്ടികൾ തൊട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അന്നയിലേക്ക് പോയി. അപ്പോൾ അന്നയിൽ പോകുമ്പോൾ നമ്മുടെ മിൻസിൽ അവിടെ മിനി ഉണ്ടായിരുന്നു. അപ്പം അന്ന എവിടെയാണെന്ന് വെച്ചാൽ മിൻസും അന്നയൊക്കെ നമ്മുടെ പെട്രോൾ പമ്പ് കഴിഞ്ഞ് വരുന്ന മറ്റേ കവലക്കാടനും അതൊക്കെയുള്ള ബിൽഡിങ്ങിലാണ്. അവിടെ നിങ്ങൾ കടന്നിട്ട് ഇതാണ് മിൻസിൻ്റെ തൊട്ടപ്പുറത്ത് അന്ന. അപ്പോൾ ഞാൻ പോയി വന്നതിന് ശേഷം നമ്മുടെ ഗ്രൂപ്പിൽ കുട്ടികളോട് വിശേഷങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ അവരെപ്പോഴും നമ്മളുടെ എന്താ പറയുക, നമ്മുടെ മക്കളെ പോലെ തന്നെ എന്തായി ഏതായി എന്നൊക്കെ ചോദിക്കുന്ന മക്കളാണ്. അപ്പോൾ ഞാൻ അവരോട് ഞാൻ പോയി വന്നു, എനിക്കിത് ഇങ്ങനെയൊക്കെയാണ്, ഇനി റിസൾട്ടൊക്കെ പിന്നെ കിട്ടും. അപ്പോൾ കുട്ടികളൊക്കെ അവരാരുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരും. അത് ചെയ്യരുത് ആൻറ്റി, നേരത്തെ കിടന്നുറങ്ങണം ആൻറ്റി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം. എനിക്കതൊരു ഭയങ്കര സന്തോഷമാണ്. കുറേ മക്കളുണ്ട് അവിടെ. അങ്ങനെ ഞാൻ നമ്മളുടെ കാര്യങ്ങൾ ഞാൻ പിന്നെ നമ്മുടെ പരിപാടി ബിസിനസ്സിലിരിക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ പാച്ചൂട്ടനെ ഭക്ഷണം കൊടുക്കാനായിട്ട് ഇരുത്തിയേക്കാം. അപ്പോൾ ഭക്ഷണം കൊടുക്കുമ്പോഴാണ് നമ്മളുടെ ഫോൺ അവരുടെ കയ്യിൽ കൊടുക്കുക. കാരണം എന്തെങ്കിലും ഒന്ന് ഇറക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പോയി വന്നപ്പോൾ ഞാനൊരു ഗ്ലാസ് കട്ടൻ വെച്ചു. കാരണം ഒരു ഉഷാറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കട്ടൻ വെച്ചു. അപ്പോൾ പതിവുപടി എൻ്റെ വലത്തെ വശത്ത് നമ്മുടെ ചാക്കോച്ചൻ കിടന്നിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ ഇരിക്കുമ്പോഴാണ് ചാക്കോച്ചൻ്റെ സ്ഥലം നമ്മുടെ തൊട്ടടുത്ത്. അങ്ങനെ ശരിക്കും നേരെ പോയി അറിഞ്ഞില്ല. അവിടെ പോയി തിരിച്ചു വരുമ്പോഴേക്കും ഉച്ചത്തെ ഊണിൻ്റെ സമയമായി. അപ്പോൾ ഇന്ന് മറ്റേ ഇതായിരുന്നു, നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും പിന്നെ എന്തുട്ടായിരുന്നു മീൻ, അങ്ങനെയുള്ള സല്ലാസ്, അച്ചാർ, അങ്ങനെയുള്ള സംഭവങ്ങളായിരുന്നു കേട്ടോ. കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ പോകാത്തതിൻ്റെ ഒരു ക്ഷീണമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കിഷ്ടം ഇതാണ്, കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിക്കണം. എന്നും ഇറച്ചി മീനും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ നിവൃത്തിയില്ല, അവരുടെ കൂടെ അങ്ങോട്ട് ചേർന്ന് പോകാമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ കുറച്ച് വളകൾ പ്ലേറ്റ് ചെയ്ത് വന്നതാണ് ഓർഡർ അനുസരിച്ച്. അപ്പോൾ ഞാൻ അതൊക്കെ വേഗം ഫോട്ടോസ് എടുക്കുകയാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഇടയ്ക്ക് ഒരേ ഫോൾഡർ ഡിലീറ്റ് ആയിപ്പോവും. അപ്പോൾ അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് തോന്നുന്നു ഞാൻ ഓൾറെഡി ഗാലറിയിൽ നിന്ന് ഓരോന്ന് ഡിലീറ്റ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് പോകാൻ തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇരട്ടി പണിയാണ്. പക്ഷേ എന്താ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇതൊക്കെ നമ്മളുടെ കയ്യിലുണ്ടായിരുന്നു. ഇതൊക്കെ പ്ലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് വീണ്ടും കാണിച്ചത്. ഇത് കുറേ മുമ്പ് കാണിച്ചിട്ട് 1-2 പേര് ഓർഡർ ചെയ്ത് കൊണ്ടുപോയതാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായതാണ്. ഇത് വലിയ വലിപ്പമില്ല, എന്നാൽ ചെറുതുമല്ല. ഇതിൻ്റെ റൂബിയാണ് ഏറ്റവും ഭംഗി കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന റൂബി ഭയങ്കര ഭംഗി. ഇത് പ്ലേറ്റ് ചെയ്യാത്തതാണ് കേട്ടോ, അതാണ് നിങ്ങൾക്ക് തോന്നേണ്ടത്. അതുപോലെ ഇത് ഒരു കുട്ടിക്ക് കുറച്ച് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ്. ഇതിന് അധികം വിലയാവണില്ല. അപ്പോൾ കുട്ടികൾക്ക് കിട്ടുമ്പോൾ കാലാകാലത്തേക്ക് അത് യൂസ് ചെയ്യുകയും ചെയ്യാം. റീപ്ലേറ്റ് ചെയ്യുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഐറ്റമാണ്. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പുറത്തേക്ക് പോകുന്ന ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ സ്റ്റാഫിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അതും പാക്കിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും ഡാഡി പുറത്തൊന്ന് പോയി വന്നോട് കൂടിയിട്ട് അപ്പോഴേക്കും ഞാൻ കുറച്ച് നേരം കിടന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ അത് പറയാൻ വിട്ടുപോയതാ. കുറച്ച് നേരമൊക്കെ കിടന്നു കഴിഞ്ഞ് എണീറ്റ് ഡാഡി പോയി വരണോട് കൂടിയിട്ട് വേഫറും പിന്നെ അന്നേലത്തെ നമ്മുടെ റിസൾട്ടും കൊണ്ടുവന്നു. അപ്പോൾ നോക്കിയപ്പോൾ റിസൾട്ടിൻ്റെ കാര്യമൊക്കെ ഞാൻ നാളെ ഡോക്ടർ പറഞ്ഞിട്ട് പറയാം കേട്ടോ. അങ്ങനെ നമ്മളുടെ 2-2ൻ്റെ വളകളാണിത് കേട്ടോ. റൂബിയുടെ 2-2ൻ്റെ വളകൾ കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷെ ഭയങ്കര ഭംഗി. കറക്റ്റ് ഗോൾഡിൻ്റെ ഫിനിഷിംഗ് ആണ്. 2-2 എന്ന് പറഞ്ഞാൽ ഏറ്റവും കുഞ്ഞ സൈസ്. അത് കിട്ടാൻ വലിയ പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടിയപ്പോൾ കുറേ പാറ്റേൺസ് എടുത്ത് നമ്മൾ പ്ലേറ്റ് ചെയ്തതാണ് കേട്ടോ. കാരണം കുറേ കുട്ടികളുണ്ട് ഈ കുഞ്ഞ് കൈയുള്ളവർ. ഇതൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ നിങ്ങൾക്ക് കുറേ പേര് ചോദിക്കും ഈ മെറ്റീരിയൽ എന്താണ് ഏതാണെന്നുള്ളത്. ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. കയ്യുമൊരു പച്ച കളർ വരികയെ അല്ലെങ്കിൽ ചൊറിയേ അങ്ങനെയൊന്നുമില്ല.
ഒരു പ്രാവശ്യം വാങ്ങിക്കഴിഞ്ഞാൽ എത്രയോ വർഷം നിങ്ങൾക്ക് റീപ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരൊക്കെ വിചാരിച്ചിട്ടുള്ളത് എൻ്റെ ചാനലിലത്തെ എൻ്റെ ഓർണമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഡ്രീം കളക്ഷൻസിൻ്റെ ഓർണമെൻറ്റ്സ് ആണെന്നാണ്. അല്ല, ഞാൻ യൂസ് ചെയ്യുന്ന ഓർണമെൻറ്റ്സ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ അതിൽ തിരിച്ച് പറയുന്നുണ്ട് 10 വർഷം മുമ്പത്തെ, 12 വർഷം മുമ്പത്തെ, 15 വർഷം മുമ്പത്തെ എന്നൊക്കെ ഉള്ളത്. അതായത് നിങ്ങളൊരു സാധനം ഒരു 100-150 രൂപ കൊടുത്ത് വാങ്ങിക്കുകയാണെങ്കിൽ അത് കുറേ വർഷങ്ങൾ അത് റീപ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ലോക്കറ്റുകൾ പുതിയത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നടുക്കത്തെ ആ ഒരു ഡംബൽസ്, ആ ഉണ്ടൊക്കെയാണ് പറയുക ഡംബൽസ്, അതിൻ്റെ തന്നെ സ്റ്റഡ് ഉണ്ട്, വളയുണ്ട്, പിന്നെ ഇത് ലോക്കറ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ കുഞ്ഞ് ലോക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ തന്നെ വൈറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടോ, ഇതൊക്കെ ഇതിന് സെറ്റായിട്ട് ഇടാവുന്നതാണ്. ഇതിൻ്റെ തന്നെ ഈ സെയിം കമ്മലുണ്ട്. അപ്പോൾ മോതിരമുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് ഇപ്പോൾ ഈ ഡംബൽസിൽ പല പാറ്റേൺ വരുന്നുണ്ട്. നിങ്ങൾ ബ്രേസ്ലെറ്റ് കണ്ടിട്ടുണ്ടാവും ഇന്നലെ, അതൊക്കെ ഈ ഡംബൽസിൽ വരുന്ന ഐറ്റംസ് ആട്ടോ. പിന്നെ ഇത് നമ്മളുടെ പണ്ടത്തെ ജിമിക്കികൾ ഓർക്കുന്ന പണ്ടത്തെ ജിമിക്കിയാണ്, പക്ഷെ പുതിയ സ്റ്റൈലിൽ വന്നേക്കണു റിങ്ങിൽ ജിമിക്കി ഓടണത്. അത് ശരിക്കും ഊരിയെടുക്കുകയും ചെയ്യാൻ, വേണമെങ്കിൽ തന്നെ റിങ്ങായിട്ട് ഇടുകയും ചെയ്യാം. കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാട്ടോ ഇതിനെ. അപ്പോൾ 3 പാറ്റേണിലാണ് വന്നേക്കണേ. ഒന്ന് ദേ മണിയുള്ള റിങ്, അതിന്മേ പിന്നെ ഒരു വേറെ റിങ്, പിന്നെ ഒറ്റയ്ക്ക് ഒരു റിങ്ങും ജിമിക്കി, അതിൻ്റെ വേറെ മറ്റേത് ഒറ്റയ്ക്കൊരു ജിമിക്കി മാത്രം. അങ്ങനെ നല്ല ഭംഗിയുള്ള ജിമിക്കികളാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ പണ്ടത്തെ നമ്മളുടെ വിധുബാലയുടെ സ്റ്റൈലിൽ അന്നത്തെയൊക്കെ റിങ്ങുകൾ ഇങ്ങനെയായിരുന്നു. ഒറ്റ റിങ്ങുണ്ട്, പിന്നെ ഇതുപോലെ ഒരു ഞാത്തിയൊക്കെ ആയിട്ടുള്ള റിങ്. അപ്പോൾ ഇതൊക്കെ റിങ്ങുകളുടെ പല സൈസാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 4-5 സൈസിലുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ സ്റ്റോക്ക് കഴിഞ്ഞു. അപ്പോൾ ഇതുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുട്ടികളൊക്കെ പഴമയിലേക്ക് പതുക്കെ പോയി തുടങ്ങിയപ്പോൾ അവർ ജസ്റ്റ് ഫോട്ടോ സെഷന് വേണ്ടിയിട്ടെങ്കിലും ഇപ്പോൾ കമ്മലുകളൊക്കെ ഇങ്ങനത്തെ വാങ്ങി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അധികം വാല്യൂ ഇല്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ആ റിങ്ങുകൾ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇനി 2 സൈസും കൂടി ഉണ്ട്, അതായത് ചെറുതും അതിൻ്റെ ചെറുതും ഉണ്ട്. അപ്പോൾ ഞാൻ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരെണ്ണം കാണാനില്ല, അപ്പോൾ പിന്നെ ഞാൻ ഫോട്ടോ എടുത്തില്ല എന്ന് മാത്രം. സാധനം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലെയിൻ റിങ്ങാണ്, ഇത്തിരി വീതിയുള്ളത്, ഒരു ഗ്ലേസിംഗ് ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഫോട്ടോ ക്യാമറയുടെ ഒരു ഗ്ലേസിംഗ് ആണ്, പ്ലെയിൻ ആണ് കേട്ടോ. ഒഴുക്കൻ വളയുടെ പോലെയുള്ള ഒഴുക്കൻ റിങ്ങാണ്, കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞ് റിങ്, ഒരു കൊച്ചു ബോൾ അടിയിലായിട്ട്, ഈ ബോളിൻ്റെ തന്നെ മാലയുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ റിങ്ങിന്. പിന്നെ റൂബിയുടെ സെക്ഷൻ റിങ്ങൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ സെക്കൻഡ് സ്റ്റഡിൻ്റെ ഇത് ഇടുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് രാത്രിയായി. അപ്പോൾ ഇവിടെ മുട്ടച്ചുരുളുണ്ടാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ ബാക്കി എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞപ്പോൾ ചോറും കൊള്ളി മീൻകറി ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് ചോറ്, കക്കിറച്ചി, പിന്നെ എന്തിട്ടായിരുന്നു, ഞാൻ കക്കിറച്ചിയും കൊള്ളിയും മീനും കൂട്ടിയിട്ടാണ് ഞാനും ഭക്ഷണം. അപ്പോൾ ഉണക്കമീനായതുകൊണ്ട് ഞാൻ അധികം എടുത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവർക്ക് ഭക്ഷണം കൊടുത്ത് വരുമ്പോഴാണ് ഒരാളവിടെ മൂത്രം ഒഴിച്ചിട്ടേക്കുക. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വർഷക്കാലമായി കഴിഞ്ഞ് ഇവർക്ക് ഭയങ്കര മടിയാണ് അപ്പുറത്ത് പോയിട്ടൊന്ന് മൂത്രം ഒഴിക്കാനൊക്കെ. അപ്പോൾ അവർ ചിലപ്പോൾ അവിടെ പണി പറ്റിക്കും. അപ്പോൾ ഞാനിങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരാൾ മൂത്രം ഒഴിച്ചപ്പോൾ നമുക്ക് അതിൻ്റെ സ്മെല്ല് പെട്ടെന്ന് കിട്ടും, കാരണം ആ വശത്ത് അങ്ങനെ ഉണ്ടാവാത്ത കാരണം. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ട ഉടനെ ഞാനൊരു ബക്കറ്റിൽ വെള്ളം ഒഴിച്ച് അവിടെ തന്നെ പെനോയിലുണ്ട്, അപ്പോൾ അതെടുത്തിട്ട് ഒഴിക്കാറ പതിവ്. അങ്ങനെ അവരെ കൂട്ടിലാക്കി അവർക്കുള്ള ഇറച്ചി സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്ത് ഞാൻ ഓരോന്ന് ക്ലോസ് ചെയ്ത് വന്നു തുടങ്ങി. അപ്പോൾ ബിരിയാണി വെച്ചതിൻ്റെ ബിരിയാണി പോട്ട്, നെയ്ച്ചോറ് വെച്ചതിൻ്റെ. അപ്പോൾ നോക്കിയപ്പോൾ ഫിൽറ്ററിൽ വെള്ളം ഒഴിച്ചിട്ടില്ലേ, അപ്പോൾ വേഗം ഫിൽറ്ററിൽ വെള്ളം ഒഴിച്ചു. അങ്ങനെ കിച്ചണിൽ വന്നു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ കുറേ ദിവസങ്ങളായിട്ട് കിച്ചണിൽ പെരുമാറിയിട്ടില്ല, കുട്ടികൾ മാത്രമാണ് ചെയ്യണേ. അപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റേതായ കുറച്ച് പോരായ്മകളുണ്ടാവും. ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ലേബിളൊക്കെ ഒന്ന് കൃത്യമായിട്ടൊക്കെ വെച്ച് അങ്ങനെ ഓരോ കാര്യങ്ങൾ, എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. പക്ഷേ കുട്ടികളതല്ലല്ലോ, അവർ ആ തിരക്കിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കുട്ടികൾ കരയുമ്പോൾ അങ്ങോട്ട് ഓടുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പോലെ എന്താ പറയുക എടുത്തു കൊടുത്ത് ഞാൻ അങ്ങാണ്ട് വെക്കാനായിട്ട് അവർക്ക് പറ്റില്ല. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് റെഡിയാക്കി വെള്ളം നിറച്ച് വെച്ചു. അപ്പോൾ നിങ്ങൾ ഇന്ന് രാവിലെ കണ്ടില്ലേ ഞാൻ എടുത്ത് കളയണത്, അതുപോലെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇന്നെടുത്ത് അതിലിട്ടതാണ്, കാരണം ഇനിയിപ്പോൾ ചോറ് എന്തെങ്കിലും ഇനി വർഷക്കാലമാണ്. അപ്പോൾ ഇത് നാളേക്കുള്ള നൂലപ്പാണ്. അതുകൂടാണ്ട് നാളേക്കുള്ളത് ഫിഷ് കറി ഡിമ്പിൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ടക്കറി എനിക്ക് തോന്നുന്നു ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നാളെ രാവിലെ ഇത് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഡോക്ടറെ അടുത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ വേഗം കബേർഡൊക്കെ ഒന്ന് തുറന്ന് നോക്കിയത്. ഞാൻ മിനിഞ്ഞാന്ന് ഒതുക്കിയിട്ട് പിന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നോക്കിയപ്പോൾ എല്ലാതും അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴാണ് കബേർഡുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അടയ്ക്കും. കുട്ടികൾ ഞാൻ പറഞ്ഞില്ലേ ശ്രദ്ധയിൽ പെടില്ല അവർക്ക്. അപ്പോൾ ഞാനതൊക്കെ മൊത്തം ഒന്ന് നോക്കും. നമ്മളുടെ ഒരു കൺവെട്ടം നല്ലതാണല്ലോ നോട്ടം.
അങ്ങനെ ഞാൻ ദേ എല്ലായിടത്തെയും കഴിഞ്ഞു വാതിലൊക്കെ അടച്ച് നോക്കിയപ്പോൾ സമയം 11 മണിയായി. എങ്ങനെ വന്നാലും എൻ്റെ സമയം 11. എത്ര നോക്കിയാലും 11 മണിയാവാണ്ട് എനിക്ക് കിടക്കല്ല, എൻ്റെ കാര്യങ്ങൾ അടുക്കളയത്ത് കഴിഞ്ഞിട്ട് വരാൻ പറ്റില്ല. അതെന്തോ അങ്ങനെ ആയിപ്പോയി തോന്നുന്നുണ്ട്. അങ്ങനെ തന്നെ ഞാൻ ദേ ഇവിടെ വന്ന് കണക്കും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയി കുളിച്ച് വന്ന് കഴിഞ്ഞപ്പോഴാണ് കുറേ പേര് എന്നോട് പറഞ്ഞു എൻ്റെ ഫേസ് ഭയങ്കര ഗ്ലോ ആണെന്ന്. ഒന്നാമത് ഞാൻ മിൻസിൽ പോയിട്ട് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ മിൻസിൽ പോയിട്ടുള്ളത്. മിൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മറ്റേ പൂച്ചട്ടി സെൻറ്ററിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയി വന്നതിന് ശേഷം എൻ്റെ മുഖത്തൊക്കെ ഭയങ്കര എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഇതായിരുന്നു. അതിന് ഒരു കാരണം കൂടി ഉണ്ട്, ഇതും കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. കാരണം ഇതെനിക്ക് ബർത്ത്ഡേക്ക് വന്നപ്പോൾ ഒരു മോള് ഗിഫ്റ്റ് തന്നതാട്ടോ. ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ മോളുടെ പേര് കറക്റ്റ് അറിയില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പോൾ ആ മോളും ഫാമിലി, ആ അച്ഛനും അമ്മയും ചേട്ടത്തി അനിയത്തിയും മക്കളൊക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വന്നപ്പോൾ അവർ എന്നെ ഒരു സാരി ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഡിംപിൾ ഇന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അവരുടെ സെയിമാണ്. അപ്പോൾ അവരെനിക്ക് അന്ന് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അലോവേറ ജെല്ലും ഒരു സോപ്പും കൂടിയിട്ട് അവരുടെ ഹോം മെയ്ഡ് അവരുടെ പ്രോഡക്റ്റാണ്. അപ്പോൾ ഞാനിത് ശരിക്ക് 2 ആഴ്ചയായി തേച്ച് തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ഉണ്ട്. അതായത് നമ്മൾ ഒരു സംഭവം ഫ്രഷായി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഈ അലോവേറ ജെല്ല് ഭയങ്കര ഇഷ്ടമായി. നല്ല എന്താ പറയുക, ശരിക്കും നമ്മൾ എന്താ പറയുക ഈ സാധനത്തിൽ നിന്ന് എടുത്ത് ഫേസിൽ തേക്കുന്ന ആ പ്രതീതിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ ദിവസം, എനിക്ക് തോന്നുന്നു ഒരു 10-12 ദിവസമായിട്ടുണ്ടാവും ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. കാരണം അധികം നാളില്ല അത്. അപ്പോൾ ഞാൻ വേഗം അതങ്ങോട്ട് യൂസ് ചെയ്ത് അവസാനിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു ഇനി നടയിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഇത് എഡിറ്റ് ചെയ്ത് ഡബ് ചെയ്യണമല്ലോ, വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് വേണ്ട ഇനി എനിക്ക് കിടക്കാനായിട്ട്. അപ്പോൾ ഇനി അതിൻ്റെ പരിപാടികൾ നോക്കാനായിട്ട് നിന്നു. അപ്പോഴാണ് ഞാൻ അതേ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഭയങ്കര കൊതുട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇത് കത്തിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് കത്തിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പരിധി വരെ കൊതു ഈച്ച ഒക്കെ പോകുന്നുണ്ട്. പക്ഷെ ഞാൻ നേരത്തോടെ അത് കത്തിച്ചിടാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞു കൊതുണ്ട്, കുട്ടികളുടെ മേത്തൊക്കെ കൊതു കടിച്ച്, ഇവിടുത്തെ അല്ല പുറത്തുനിന്നാന്ന് തോന്നുന്നുണ്ട്, കൊതു കടിച്ചതിൻ്റേതായ ഒരു പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം ദേ ഭംഗിയായിട്ട് കഴിയുകയാണ്. അപ്പോൾ നാളെ രാവിലെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഞാനും ഡാഡിയും ഒന്നിച്ചാണ് പോണത്. 2 ആളുടെയും റിസൾട്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് ഡോക്ടറെ അടുത്ത് പോവാണ്. ദയയിലാണ്. അപ്പോൾ അതെ ഇതാണ് ഞങ്ങളുടെ 2 പേരുടെ റിസൾട്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാറുണ്ടല്ലോ, എൻ്റേതല്ല നമ്മളുടെ വീട്ടിൽ എന്ത് പ്രധാനപ്പെട്ട കാര്യം നടന്നാലും ഒരു ദിവസം അതാ നടയിൽ വെക്കുക എന്നുള്ളത് പണ്ട് തൊട്ടേ ഉള്ള ഒരു ശീലം. അപ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഒരു വിശ്വാസം കുറേ കാലങ്ങളായിട്ട് എന്നെ ഒന്ന് പേടിപ്പിക്കും. അത് കഴിഞ്ഞ് ഞാൻ ഈ നടയിൽ വന്ന് പ്രാർത്ഥിച്ച് പോയി ടെസ്റ്റ് ചെയ്ത് ഡോക്ടറൊക്കെ കണ്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വരുമ്പോൾ എന്താ പറയുക, ഡോക്ടറും നാണം കെടും, ടെസ്റ്റ് ചെയ്തവരും നാണം കെടും, ദൈവം തമ്പുരാൻ എന്നെ രക്ഷിക്കും. ആ ഒരു വിശ്വാസം തന്നെയാണ് എനിക്ക് നാളെ പോകുമ്പോഴും. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒന്നും ഉണ്ടാവില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം ഞാൻ എല്ലാം ഇവിടെയാണ് സമർപ്പിക്കുക. അപ്പം ഞാൻ നാളെ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വേഗം വരാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.